അദ്ദേഹമാണ് ആദ്യത്തെ ആരോഗ്യ സംഗമം കോവളത്ത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉദ്ഘാടനത്തിന് ഇത്ര വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു അന്ന് കോവളത്ത് നടക്കുന്നത്. അന്ന് മുതൽ എണ്ണി നോക്കുകയാണെങ്കിൽ ഇപ്പോഴ് 7 സംഗമമാണ് നമ്മൾ. ഈ 7 സംഗമങ്ങളിലും വന്ന കണ്ണുകൾ എല്ലാവരുടെയും പേര് ഇപ്പോഴും എനിക്ക് അറിയില്ല, എങ്കിലും ആൾക്കാരെ എനിക്കറിയാം. കഴിഞ്ഞ 7 വർഷമായിട്ട് അല്ലെങ്കിൽ 8 വർഷമായിട്ട് നമ്മൾ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത് പറഞ്ഞ് നടക്കുന്നത്? ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം വന്നു. ഉത്തരം കൊടുക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. മറ്റ് പല സംഗമങ്ങളും ഇല്ലാതെ ഇവിടെ കുറച്ച് പുതിയ ആൾക്കാരുടെ കാണുന്നുണ്ട്. നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പല കണ്ണുകളും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. പുതിയ മുഖങ്ങൾ വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ് പുതിയത് വന്നത്, മറ്റൊരു നല്ല കാര്യമാണെന്ന് പറയണില്ല. നമ്മൾ നേടിയ നേട്ടം ചെറുതൊന്നുമല്ല. ഒന്ന്, ഈ മേഖലയിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരുടെ സംഘം അതുണ്ടായി. അതല്ല എന്നുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡോക്ടർമാരുടെ അവരാണ് അതിൻ്റെ അധികാരികൾ എന്നുള്ള നിലയിൽ നിന്നും സാധാരണക്കാർക്കും ഇതിനകത്ത് അഭിപ്രായമുണ്ട് എന്നും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും കാണിച്ചു കൊടുത്ത ഒരു സംഘമാണ് നമ്മുടെ പരിഷത്തിന്റെ ആരോഗ്യ സംഘം. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആദ്യം എയ്ഡ്സിന്റെ മേഖലയിൽ അതിനെ കുറെ കൂടെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ആ പ്രാദേശിക പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് എയ്ഡ്സിന്റെ അളവ് കേരളത്തിൽ കുറഞ്ഞുവെങ്കിൽ നമ്മുടെ സംഭാവന ചെറുതല്ല. അതുപോലെ തന്നെ ക്ഷയരോഗത്തിന്റെ നിയന്ത്രണത്തിനായിരുന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടി ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഫലപ്രദമായി കേരളത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ഓറിയന്റ് ചെയ്യാൻ, സെൻസിറ്റൈസ് ചെയ്യാൻ നമ്മുടെ സംഘത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ശരിയായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അതിനൊരു ദിശാബോധം കൊടുക്കുവാൻ ഈ സംഗമത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോ വളരെ വികലമായിട്ടാണ് ഇപ്പൊ നടക്കുന്നതെങ്കിൽ പോലും കേരളത്തില് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് ഒരു NCD കൺട്രോൾ പ്രോഗ്രാം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സിബിയും കൂട്ടരൊക്കെയാണ് തിരുവനന്തപുരത്ത് താമസിച്ച് സിബി കുറെ ആൾക്കാരുണ്ടായിരുന്നു, ചന്ദ്രൻ, ഇവരെല്ലാം കൂടെ എന്നിട്ടാണ് ആ പ്രോഗ്രാം ഉണ്ടാക്കിയത്. വേറെ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തോ ചിന്തിക്കാൻ പറ്റില്ല. അതെങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കുകയും ഒരു പക്ഷേ അത് വലിയ മാറ്റങ്ങൾ കൂടാതെ സംസ്ഥാനം അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് പറയുന്നത്. ഇപ്പോഴും അതിന്റെ സ്ഥിതി ദയനീയമാണ് എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൂട്ടായ്മയ്ക്ക് നമുക്ക് അവകാശപ്പെടാവുന്ന നേട്ടങ്ങൾ ഏറെ ഉണ്ട് എങ്കിലും തിരിച്ചൊരു ചോദ്യം വരുന്നുണ്ട്. എന്താണ്? ഇതൊക്കെ മതിയോ? ഇങ്ങനെ പോയാൽ മതിയോ? ഇപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിൽ ചെറിയൊരു പോരായ്മ കിടക്കും. ആ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ഇന്ന സ്ഥലത്ത് താമസം മാറി, അവിടെ ഞാനിപ്പോൾ ചില പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണി വെക്കുന്നതല്ല, സംഘടനാ പണിയൊന്നുമല്ല, പച്ചക്കറി കൃഷി, വീട്ടിൽ മൺവെട്ടിയെടുത്തുള്ള പണിയാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അതിനോടൊപ്പം നമുക്ക് സംഘടനാ പണിയും കൂടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ എന്തുകൊണ്ടാണ് 7 പ്രാവശ്യവും ഈ സംഗമത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിൽ തന്നെയുണ്ട്, ചുറ്റുമുള്ള ആൾക്കാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, പരിഷത്തിന്റെ വക്താക്കളായിട്ട് അവരെ കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും പ്രാദേശികമായിട്ട് നമ്മൾ ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേയേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ പാണ്ടിക്കാട് വിജയൻ മുതൽ CP സുരേഷ് ബാബു ആയിരുന്നാലും മനോജായിരുന്നാലും ഒത്തിരിയേറെ ആൾക്കാർ, ഷാജി, ഇത്രയും മതിയോ? നമ്മൾ 100 പേരിനകത്ത് 150 പേരാണ് നമുക്ക് ഓരോ പ്രാവശ്യം പങ്കെടുക്കുന്നത്. 150 പേര് പങ്കെടുക്കുമ്പോൾ 150 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 150 പഞ്ചായത്തിലെങ്കിലും
വേറിട്ട ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാനാവാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിക്കണം നല്ലതായിരിക്കും. കാരണം അത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങിക്കളാന്ന് വിചാരിച്ചാൽ എന്റെ ചോദ്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അനുയായികളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളില് നേതൃത്വ ഗുണം വരാത്തത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വാസ്തവത്തില് പ്രശ്നങ്ങളെ സമീപിക്കുവാനും പഠിക്കുവാനും പരിഹാരം നേടുവാനും അതിനായി 4 പേരെ കൂട്ടാനുള്ള കഴിവുള്ളവരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിട്ടും ഇത്രയൊക്കെ മതി. ആരെങ്കിലും ഉത്തരം പറയണം. അപ്പൊ എവിടെയാണ് നമുക്ക് പറ്റുന്നത്? എവിടെയൊക്കെ ചെറിയ കുഴപ്പമാണ്. നമ്മുടെ ചിന്തയില് നമ്മുടെ സമീപനത്തില് ചില ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചേ പറ്റും. അപ്പൊ ഇതില് 1-2 കാര്യങ്ങള് ഞാനത് വാസ്തവത്തിൽ ഇങ്ങോട്ട് വരുമ്പോ ഇത് എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ യുവസമിതിയിൽ പ്രവർത്തിച്ചെടുത്തിരുന്ന അവരുടെ ഒരു വേദിയിൽ ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ട അവസരം വന്നു. അപ്പൊ അവര് ചില കാര്യങ്ങൾ പറഞ്ഞു. സാറേ, ചില ഗുണഗണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് ആ ഗുണഗണങ്ങൾ? ആ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഉള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുവാനുള്ള കഴിവ്. അത് ഇല്ലാത്തവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരും കൈവക്കില്ല. തിരിച്ചു വരിക. ഈ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ചില കൈകൾ പൊങ്ങിയില്ല, 2 ചോദ്യത്തിൽ പൊങ്ങിയില്ല. ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവരോട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അവരോട് കഴിവ് തിരിച്ചറിയണ്ടേ? നിങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾ പ്രവർത്തിയെടുക്കുന്ന പഞ്ചായത്തില് നിങ്ങൾ പ്രവർത്തിയെടുക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ മറ്റാരെക്കാളും അറിയാവുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. അത് ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജനങ്ങളുമായി ബന്ധമുള്ള ആർക്കും കണ്ടുപിടിക്കാൻ കഴിയും പ്രശ്നങ്ങൾ. അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നത്? അതിനൊന്ന് വിശകലനം ചെയ്യും. എനിക്കെന്താ അതിനകത്ത് ചെയ്യാൻ പറ്റുക? ഈ സമൂഹത്തിന് എന്താ വേണ്ടത്? അങ്ങനെ സമൂഹത്തിന് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വാക്ക്, ആ കുട്ടികളെന്നെ പഠിപ്പിച്ച വാക്കാണ് ലാവണ്യാത്മകത, ഇസ്തെറ്റിക്സ്. കുട്ടികളെന്നെ പഠിപ്പിച്ചത് അനിൽ ചേരാമ്പ്ര എന്ന് പറഞ്ഞൊരു മൂപ്പരാണ്. ലാവണ്യം അദ്ദേഹം പറഞ്ഞ മറ്റൊന്നുമല്ല, ലാവണ്യാത്മക സൗന്ദര്യവുമായി ബന്ധപ്പെട്ട്. എന്തിന്റെ സൗന്ദര്യം? അത് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സൗന്ദര്യം, മാനവികതയുടെ ഒരു സൗന്ദര്യമുണ്ട്, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ശക്തിയില്ലാത്തവന്റെ ശക്തിഹീനത മനസ്സിലാക്കുവാൻ, ദൗർബല്യം മനസ്സിലാക്കുവാനുള്ള സൗന്ദര്യം. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ആ സൗന്ദര്യ തലം ഒന്ന് തിരിച്ചറിയുവാൻ ആരോഗ്യ പ്രവർത്തകന് കഴിയണം, പരിസര പ്രവർത്തകന് കഴിയണം. അങ്ങനെ ആ രീതിയിൽ ആ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ നമുക്ക് പതുക്കെ ഉയരുവാനും ആൾക്കാരെ ഏകോപിപ്പിക്കുവാനും കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനടക്കമുള്ളവർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഒന്നിച്ചു പോകുക. മിക്കവാറും കല്യാണം കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞ് ആ സ്ത്രീലൊക്കെ കിട്ടിക്കാണും മിക്കവാറും. ഒരുമാതിരിപ്പെട്ടവർക്ക് ചിലർക്ക് അത് കിട്ടൂല, അത് വലിയ കുഴപ്പമാണ്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഒരു പൊതുകാര്യത്തിന് വേണ്ടി പോവുക? മറ്റേ 2 പേര് തമ്മിൽ ചിലപ്പോൾ അവിടെ അതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റും. പൊതുവായ കാര്യം, പൊതുവായ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് ഇതിനെ ഏകോപിപ്പിക്കുക? വലിയൊരു ചലഞ്ചാണ്. ഈ സ്കില്ലുകൾ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ മാത്രമേ നമുക്ക് പതുക്കെ മറ്റുള്ളവരെ കൂട്ടാൻ കഴിയുള്ളൂ. അവിടെ തന്നെയും ചില രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ട്, ഹൈറാർക്കിയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. നീ വാ, നീ ചെയ്തിട്ടൊക്കെ പോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരിഷത്തിന്റെ സമീപനമല്ല. നമ്മളവിടെ സൗഹൃദം വേണമെന്ന് പറയുന്നത്, സ്നേഹം വേണം. അതിലാണ് നമ്മൾ ആൾക്കാരെ നമ്മൾ കൂട്ടിയിരുത്തേണ്ടത്, കൂട്ടി ഇണക്കേണ്ടത്, കൂട്ടിപ്പിടിക്കേണ്ടത്. ആ രീതിയിൽ മാത്രമേ നമുക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ.
കഴിയുള്ളൂ. അതുമാത്രമല്ല, അവസരോചിതമായി ചിന്തിക്കുവാനും പരിഹാരം നേടുവാനും കഴിയും. അതിനേക്കാൾ ഏറെ നമ്മുടെ സ്വന്തം കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയണം. പലപ്പോഴും നമുക്കത് അറിയാമായിരിക്കും. അത് നമ്മൾ കണ്ണടച്ച് ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു സമീപനം പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. നമ്മളുടെ കഴിവുകേട് മറ്റാരെക്കാളും നമുക്കറിയാം. ഒരുപക്ഷെ കഴിവ് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, കഴിവുകേട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുവാനും ആ കഴിവ് വേറെ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി സോഴ്സ് ചെയ്യുവാനും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തനത്തിലേക്ക് വളരുവാൻ നമുക്കാകണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തെറ്റുകൾ വരാം. അങ്ങനെ വരുന്ന തെറ്റുകൾ തിരുത്തണം. അത് മാത്രമല്ല, ചില പ്രവർത്തനങ്ങൾ പറഞ്ഞ് നമ്മൾ പോയി ഒരു വർഷം നമ്മൾ NCD പറഞ്ഞു, അതിൻ്റെ അടുത്ത വർഷം കൊതുകിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ അടുത്ത വർഷം കോളറയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ പ്രശ്നങ്ങൾ എന്തായി എന്ന് ആൾക്കാർ ചോദിച്ചിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇടപെടുന്നതിന് ഒരു തുടർച്ചയുണ്ടാവണം, വളർച്ചയുണ്ടാവണം, കരുത്ത് കാണിക്കണം, കൂട്ടുകാരെ കൂട്ടണം. അതിനകത്ത് ഏത് ഇഷ്യൂ വരുമ്പോഴത്തേക്കും അത് മാനവികതയുടെ ഏത് സ്ഥലത്തിലാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് വേണം. ഞാനീ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഒരു നേതാവിന് പറ്റിയ ഗുണങ്ങളാണ്. ഇതിനു പുറമെ സ്വപ്നം കാണാനുള്ളൊരു കഴിവ്. സ്വപ്നങ്ങൾ നശിക്കുമ്പോഴത്തേക്കും വാസ്തവത്തിൽ ജീവിതം തന്നെ നശിക്കുന്നു. സ്വപ്നം കാണുകയും ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കൂട്ടുകയും ചെയ്യുന്ന ഒരു പണി ഇത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇവിടെ വേദി കേൾക്കുന്നോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ മാത്രം നമ്മൾ പോയി എന്തെങ്കിലും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും എനിക്കറിയാം ക്രിയേറ്റീവായിട്ട് ചില സർക്കാർ പരിപാടികൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനാണ്. അതുപോലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ PSCയിലെ, നമ്മുടെ മേഖലയിലെ യൂണിറ്റില് ഉള്ള ആൾക്കാരുടെ ആരോഗ്യമാകണം നമ്മുടെ ലക്ഷ്യം. ആ ആരോഗ്യത്തിനെ ഹാനികരമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അതെല്ലാം നമുക്ക് ഒന്നിച്ച് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരെണ്ണമെങ്കിലും പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും പരിഹാരം നേടുവാനും അത് ഞാൻ പോയി എൻ്റെ അടുത്തൊരു നല്ല മാഷുണ്ട് എൻ്റെ ജില്ലയിൽ, 100% കമ്മിറ്റ്മെന്റ്. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കകത്ത് 150 ക്ലാസ് നടത്തി. നിങ്ങൾ വിശ്വസിക്കില്ല, സ്വന്തം ബൈക്കിൽ പെട്രോൾ അടിച്ചു പോയി 150 ക്ലാസ്. ആ മാന്യദേഹത്തോട് ഞാൻ എപ്പോഴും സ്വകാര്യമായിട്ട് വളരെ ബഹുമാനപുരസ്സരം പറയാറുണ്ട്, സാർ ഇനി അങ്ങ് ക്ലാസ് എടുക്കുന്നത് അല്പം കുറയ്ക്കണം. പകരം അങ്ങ് എന്ത് ചെയ്യണം? എക്സാക്ട് കൂടുതൽ ആൾക്കാരെ ക്ലാസ് എടുപ്പിക്കുന്ന തരത്തിൽ അങ്ങ് മാറണം. അവിടെ അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് ചെറിയൊരു കുഴപ്പം ഇത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ട് എന്ന് ഞാൻ കാണും. ഇത് പൊതുവെ വരുന്നൊരു കാര്യം, കൊച്ചാക്കി പറയാല്ല. പക്ഷേ ഒരു സംഘം എന്നുള്ള നിലയിൽ നമുക്ക് ഇവിടെ ഈ സമൂഹത്തിൽ വളരണമെങ്കിൽ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റൂല, അരുൺ മാത്രം വിചാരിച്ചാൽ പറ്റൂല. നമുക്ക് ആൾക്കാരെ കൂട്ടുക തന്നെ വേണം. നമ്മൾ ഒന്നാമത്തെ സംഗമത്തിലും പറഞ്ഞു JPHമാര് ശ്രീബംഗാളിൽ കൂട്ടണം എന്ന് പറഞ്ഞു. ഇതിപ്പോ ഇവിടെ ജില്ലയിൽ നിന്ന് NRSന്റെ ഒക്കെ ആയിട്ട് കുറച്ച് ലേഡീസ് ഇവിടെ ഇരിക്കുന്ന അല്ലാതെ പുറം ജില്ലകളിൽ നിന്ന് വന്ന എത്ര സ്ത്രീകളാണ് ഇതിനകത്തുള്ളതെന്ന് കൈമുട്ടിയ വലിയ ഉപകാരം. പുറം ജില്ലയിൽ നിന്ന് വന്നത് 4, 5, 6 വെരി ഗുഡ്. 6 പേരുണ്ട്, വലിയ വരിയാണ്. ഇതൊന്ന് ആലോചിക്കണം, ഗൗരവമായിട്ട് ആലോചിക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്. കരുത്താർജിക്കേണ്ടതുണ്ട്, കൂടുതൽ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ പ്രവർത്തനം നടത്തണമെങ്കിൽ, കരുത്താർജിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനിയും നമ്മുടെ മനസ്സിലുള്ള കഴിവുകളെ വികസിപ്പിക്കണം. കഴിയുന്നത് തീർച്ചയായിട്ടും അതിന് കഴിയും. അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ചിന്തയിൽ ചെറിയൊരു മാറ്റം കൂടെ വരുത്തണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഞാൻ സമയം കൊണ്ട് എടുക്കണില്ല. ഒരുപക്ഷെ ഇവിടെ കേരളത്തില് ഇന്ന് അധികം ആരും പ്രവർത്തിക്കാത്ത ഒരു മേഖലയാണ്. അപ്പൊ നമ്മളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പം ആരോഗ്യത്തിലേക്ക് നടക്കാമെന്നൊക്കെ പണ്ട് സുരേഷ് ബാബു എല്ലാം കൂടെ കുറെ പേര് നടത്തിച്ചില്ല. എല്ലാവർക്കും ആരോഗ്യം കിട്ടിയില്ലേ? വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നതിനകത്ത് പലപ്പോഴും പരിമിതികളുണ്ട്.
ഞാൻ അടക്കമുള്ള കാര്യം പറഞ്ഞത്. കാരണം ഏത് അളവിലാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്താണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ശങ്കർറാം എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ. ഇതുപോലുള്ള തുരുത്തുകളാണ് പലപ്പോഴും നമുക്ക് മാർഗനിർദ്ദേശം തരുന്നത്, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച്. വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഇനിയും കുറെ കൂടെ നമ്മൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം, സംശയം നിർത്തി തരണം. അത് കഴിയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ആൾക്കാർക്ക് വ്യായാമം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം കൊടുക്കുവാൻ നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ സാധാരണ PSC മെഡിക്കൽ ഓഫീസർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്കില്ലായിരിക്കണം നിങ്ങൾക്ക് അത് ഇവിടുന്ന് തരാൻ കഴിവുള്ള ആളാണ് ഡോക്ടർ ശങ്കർറാം. ഇവിടുന്ന് പോകുമ്പോൾ ആ സ്കില്ല് ഭക്ഷണപ്രവർത്തകനായിരുന്നാലും ശരി, ആരോഗ്യ പ്രവർത്തകനായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, ഇവിടുന്ന് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ സ്കില്ല് ആർജിക്കണം എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരെയും കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും ഈ പരിപാടി വിജയിപ്പിക്കണം, കരുത്താർജിപ്പിക്കണം. അതിന് എല്ലാവരുടെയും സഹകരണവും ചിന്തയും മനസ്സും പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ശങ്കർറാമിനെ ഈ സെഷൻ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു.